അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുവാനായി എന്നത് വലിയ നേട്ടമായി കരുതുന്നതായി സിറ്റിംഗ് എംഎൽഎ ആയ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ പറഞ്ഞു. മലയൻ കനാൽ, കരിപ്പുഴ കനാൽ എന്നിവയുടെ വികസനം ഭാവി ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ MLA എന്ന നിലയിലുള്ള പ്രവർത്തന കാലയളവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വലിയൊരു മുന്നേറ്റം കൊടുത്തിട്ടുള്ള മണ്ഡലമാണ് കായംകുളം. ചെറിയ നാട്ടുവഴികളടക്കം MLAയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലാതെ ഗ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും ഭാഗമായിട്ടുള്ള റോഡുകൾ പോലും എടുത്ത് മനുഷ്യന് സഞ്ചാരയോഗ്യമായിട്ടുള്ള ആയിരക്കണക്ക് അടിസ്ഥാന സൗകര്യ വികസനം ചെയ്ത് വലിയ വലിയ പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും അംഗൻവാടി കെട്ടിടങ്ങളും എല്ലാം ചെയ്ത് ഏകദേശം അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ 90% മുന്നേറി നിൽക്കുന്ന മണ്ഡലമാണ്. ഇനി ഒരു 10% ഒരു പഞ്ചായത്തിൽ 5ഉം 8ഉം ഒക്കെ റോഡുകളൊക്കെ ചിലപ്പോൾ മിച്ചം കാണും. അതെല്ലാം നമ്മൾക്കിനി വരുന്ന കാലത്ത് ചെയ്യാൻ കഴിയും. തുടർന്ന് 2 കനാലുകൾ, മലയൻ കനാലും കരിപ്പുഴ കനാലുമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അത് മനോഹരമാക്കിക്കൊണ്ട് അതിനെ അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, കനാലിൻ്റെ സൗന്ദര്യവൽക്കരണമാണ് മനസ്സിലുള്ളൊരു സ്വപ്ന പദ്ധതി. മറ്റൊന്ന് കായൽ ടൂറിസമാണ്. ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം ഇതിലേക്കൊക്കെ ഇറങ്ങേണ്ടത് എന്നുള്ളത് കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് വർക്ക് നടന്നിട്ടുള്ളത്. ഇനി കായൽ ടൂറിസവും ഒപ്പം അവിടെ കനാലും കയാക്കിംഗ് ഒക്കെ പോലെയുള്ള കായിക വിനോദങ്ങളും ഒപ്പം TM ദ്വീപിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ ടൂറിസം പ്രോജക്റ്റും ഒക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടാതെ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൻ്റെ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം പദ്ധതിയാണ്, അത് വിപുലമാക്കും. മരുന്ന് കുറച്ചുകൊണ്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ പ്രായമുള്ള മനുഷ്യരെ പ്രാപ്തരാക്കുന്നൊരു വലിയ പദ്ധതിയാണ്. ഒപ്പം സ്ത്രീകളുടെ ആരോഗ്യവും ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് മണ്ഡലമാകെ വ്യാപിപ്പിക്കും ഇനി വരുന്ന സമയം. മറ്റൊന്ന്, അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ളൊരു ഗ്യാപ്പ്, പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ചേർന്ന് പോകണം. ഡൈനിങ് ടുഗദർ, അതുപോലെ ഗുഡ് ഹെൽത്ത്, ഗുഡ് ഫുഡ്, ഇതെല്ലാം ഈ ഒപ്പത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. കൂടാതെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ധാരാളം പാവപ്പെട്ട സ്ത്രീകൾ നമ്മളുടെ നാട്ടിലുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ധാരാളം സ്ത്രീകൾ നമ്മളുടെ നാട്ടിലുണ്ട്. അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ളൊരു വലിയ ഡ്രീം പ്രോജക്റ്റ് അണിയറയിൽ പ്ലാനുണ്ട്, ഒരുങ്ങുന്നുണ്ട്. അതും വരുന്ന കാലത്ത്, കാരണം ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാത്രമാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതൊരുവിധം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കുറേയധികം പ്രവർത്തനങ്ങളാണ് വരുന്ന 5 വർഷക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മലയൻ കനാൽ, കരിപ്പുഴ കനാൽ എന്നിവയുടെ വികസനമാണ് ഇനി ലക്ഷ്യം. കായൽ ടൂറിസം പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുക എന്നതും ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു. TM ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വിപുലമായ പദ്ധതിയാകും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം പദ്ധതി വിപുലീകരിക്കും. ഡൈനിങ് ടുഗദർ എന്ന വേറിട്ട പദ്ധതിയും നടപ്പാക്കും. വിധവകളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാകും. സ്വീകരണ പര്യടനത്തിനിടെ CDNet ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു യു പ്രതിഭ. CDNet ന്യൂസ്, കായംകുളം.